നമസ്കാരം, ADV ന്യൂസിലേക്ക് സ്വാഗതം. അഞ്ചൽ പട്ടണം ഗതാഗതക്കുരുക്കിൽ വീർപ്പുമുട്ടുന്നു. ബൈപ്പാസ് നിർമ്മാണം പൂർത്തിയാക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. അഞ്ചൽ പട്ടണം ഗതാഗതക്കുരുക്കിൽ വീർപ്പുമുട്ടുന്നു. ബൈപ്പാസ് നിർമ്മാണം പൂർത്തിയാക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. ആലഞ്ചേരിയിൽ പിക്കപ്പ് വീട്ടുമതിലിലിടിച്ച് അപകടം, 2 പേർക്ക് പരിക്ക്. അഞ്ചൽ ഗ്രാമപഞ്ചായത്തിന്റെയും പനച്ചവിള ഹോമിയോ ആശുപത്രിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ അഞ്ചൽ ഈസ്റ്റ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പനി പ്രതിരോധ ക്യാമ്പ് സംഘടിപ്പിച്ചു. സെന്റ് മേരീസ് ഓർത്തഡോക്സ് യൂത്ത് മൂവ്മെന്റിന്റെ ആഭിമുഖ്യത്തിൽ ഷിമോണ ചിൽഡ്രൻസ് ആർട്ട് കോമ്പറ്റീഷൻ 2015 സംഘടിപ്പിച്ചു. പരിപാടി റവറന്റ് ഫാദർ മാത്യു തോമസ് ഉദ്ഘാടനം ചെയ്തു. സേവന നികുതിയുടെ പേരിൽ ലോട്ടറി വ്യാപാരികളിൽ നിന്ന് പിരിച്ചെടുത്ത തുക തിരികെ നൽകണമെന്ന് LASU ആവശ്യപ്പെട്ടു. വാർത്തകൾ വിശദമായി. അഞ്ചൽ ഗ്രാമപഞ്ചായത്തിന്റെയും പനച്ചവിള ഹോമിയോ ആശുപത്രിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ അഞ്ചൽ ഈസ്റ്റ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പനി പ്രതിരോധ ക്യാമ്പ് സംഘടിപ്പിച്ചു. അഞ്ചൽ ഗ്രാമപഞ്ചായത്തിന്റെയും പനച്ചിവിള ഹോമിയോ ആശുപത്രിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ അഞ്ചൽ ഈസ്റ്റ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പനി പ്രതിരോധ ക്യാമ്പ് സംഘടിപ്പിച്ചു. അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KR ലളിതാഭായ് ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. പനി പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന ഈ മഴക്കാലത്ത് നമ്മൾ സ്വീകരിക്കേണ്ട മുൻകരുതലുകളെക്കുറിച്ച്, പ്രതിരോധ പ്രവർത്തനങ്ങളെക്കുറിച്ചും ഡോക്ടർമാരായ വിദ്യ, അരുണ തുടങ്ങിയവർ സംസാരിച്ചു. പ്രതിരോധ മരുന്ന് കഴിക്കുന്നതിന് വേണ്ടിയാണ്. പനി വന്ന് അതിനെ ചികിത്സിച്ചേക്കാളും എളുപ്പമാണ് പനി വരാതെ നോക്കുക എന്നുള്ളത്. അപ്പോൾ ഈ മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏറെക്കുറെ പനിയെ തടയാൻ കഴിയും. അപ്പോൾ ഈ മരുന്ന് അതിൻ്റേതായ ഡോസിൽ നിങ്ങൾ കഴിക്കുക. അതായത് 4 ഗുളിക വീതം 2 നേരം 5 ദിവസം, അതാണ് അതിൻ്റെ ഡോസ്. അത്രയും കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുവിധം പനിയെ നിയന്ത്രിക്കാൻ കഴിയും. പിന്നെ പാലിക്കേണ്ടത് നിങ്ങളുടെ ചുറ്റുമുള്ള ശുചിത്വമാണ്. അതായത് വ്യക്തി ശുചിത്വവും പരിസര ശുചിത്വവും. നമ്മുടെ ചുറ്റും വെള്ളം കെട്ടിക്കിടക്കാതിരിക്കുക, അല്ലെങ്കിൽ മാലിന്യങ്ങൾ അതിൻ്റേതായ രീതിയിൽ നിർമ്മാർജ്ജനം ചെയ്യുക, കൊതുക് വളരാനുള്ള അവസ്ഥ ഉണ്ടാക്കാതിരിക്കുക, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളും. അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ വ്യക്തി ശുചിത്വം പാലിച്ചാൽ നമുക്ക് ഒരുവിധം പനിയെ നിയന്ത്രിക്കാൻ കഴിയും. പിന്നെ എന്തെങ്കിലും ഒരു പനി വരുമ്പം തന്നെ അത് വെച്ചുകൊണ്ടിരിക്കാതെ എത്രയും പെട്ടെന്ന് അതിനുള്ള ചികിത്സ നേടി അതിനെ എത്രയും പെട്ടെന്ന് നിയന്ത്രണ വിധേയമാക്കാൻ ശ്രമിക്കുക. അതുപോലെ ഈ ക്യാമ്പിൽ പങ്കെടുത്ത് ഇതിൻ്റെ മരുന്ന് കഴിച്ച് അതിൻ്റെ ഫലങ്ങൾ നിങ്ങളും അനുഭവിക്കുകയെന്ന് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ആശംസിക്കുന്നു. ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ, ഞാൻ പ്രിയപ്പെട്ട കുട്ടികളെ, അധ്യാപകരെ, നമ്മുടെ ഡോക്ടർ പറഞ്ഞതുപോലെ തന്നെ ഈ ക്യാമ്പിൻ്റെ എല്ലാവരും പ്രയോജനപ്പെടുത്തണം. ഡോക്ടർ പറഞ്ഞ പോലെ തന്നെയാണ് മരുന്ന് കഴിക്കേണ്ട രീതി. നമ്മൾ കൂടുതലും പനി പ്രതിരോധിക്കുകയാണ് വേണ്ടത്. വരുന്നതിന് മുമ്പ് ഇത് വരാതിരിക്കുക. കൂടുതൽ അതുപോലെ വ്യക്തി ശുചിത്വം, പരിസര ശുചിത്വം അത് പാലിക്കുക. പിന്നെ കൊതുകിൻ്റെയൊക്കെ ഒരു ഉറവിട നശീകരണം, അതൊക്കെയാണ് നമ്മൾ പ്രധാനമായും ചെയ്തിട്ട്. ഇപ്പോൾ പലതരത്തിലുള്ള പനിയാണ് ഇപ്പോൾ നമുക്ക് കാണുന്നത്. പിന്നെ ജലജന്യ രോഗങ്ങളെ സ്കൂൾ PTA പ്രസിഡന്റ് A. ഷാജഹാൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ അധ്യാപകൻ അനസ് ബാബു സ്വാഗതം പറഞ്ഞു. ഷാജി ജോൺ നന്ദി രേഖപ്പെടുത്തി. ചടങ്ങിൽ ഹെഡ്മാസ്റ്റർ ഉഷ, ബദറുദ്ദീൻ, അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. ആലഞ്ചേരിയിൽ പിക്കപ്പ് വീട്ടുമതിലിടിച്ച് അപകടം, 2 പേർക്ക് പരിക്ക്. ഞായറാഴ്ച പുലർച്ചെയാണ് പത്തടിയിൽ നിന്നും ചടയമംഗലത്തേക്ക് മത്സ്യവ്യാപാരത്തിനായി പോവുകയായിരുന്ന പിക്കപ്പ് വാഹനം ആലഞ്ചേരിക്ക് സമീപത്തെ വീട്ടുമതിലിൽ ഇടിച്ച് അപകടമുണ്ടായത്. ഇടിയുടെ ആഘാതത്തിൽ ചുറ്റുമതിൽ തകർന്നു. പുലർച്ചെ വലിയ ശബ്ദം കേട്ടതിനെ തുടർന്ന് ഇറങ്ങി നോക്കിയപ്പോഴാണ് അപകടം നടന്നത് മനസ്സിലായതെന്ന് വീട്ടുടമസ്ഥൻ പറഞ്ഞു. രാത്രി ഒരു 3:30 മണി കഴിഞ്ഞപ്പോൾ ഒരു ഭയങ്കര സൗണ്ട് കേട്ടു. അങ്ങനെ ജനലിൽ കൂടെ നോക്കിയപ്പോൾ കാണാം ജനലിലോട്ട് 2 ഹെഡ്ലൈറ്റ് കാണുന്നു വണ്ടിയുടെ. അങ്ങനെ ഇറങ്ങി നോക്കിയപ്പോഴാണ് വണ്ടി വന്ന് ഈ 2 മരത്തിൽ എൻ്റെ ആ തൂണിൽ വന്ന് ഇടിച്ചിട്ട് ആ മതിലും എല്ലാം കൂടെ പൊളിച്ച് അവിടെ ഇടിച്ചങ്ങ് നിൽക്കുകയായിരുന്നു. അപ്പോൾ 2 പേരുണ്ടായിരുന്നു. അതിൻ്റെ ഓണറും ഉണ്ടായിരുന്നു, ഒരു ഡ്രൈവറും ഉണ്ടായിരുന്നു. പിന്നെ അവർ ഫ്രണ്ടിൽ ആ ഗ്ലാസ് പൊട്ടി അതിനകത്തൂടെ അവരെ എടുത്ത് വെളിയിൽ വെച്ചിട്ട് പിന്നെ അങ്ങനെ കൺട്രോൾ റൂമിൽ അറിയിച്ച് അങ്ങനെ അവർ പോലീസിൻ്റെ വണ്ടിക്കകത്ത് തന്നെ അവരെ കൊണ്ടുവന്ന് ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയി. അവരുടെ മുഖമൊക്കെ കുറേ മുറിഞ്ഞിട്ടുണ്ട്. എൻ്റെ ഓണറിൻ്റെ മൂക്കിൻ്റെ അവിടെ എല്ലാം കുറേ പൊട്ടിയിരുന്നു. ഇതെന്തുകൊണ്ടൊന്നും വണ്ടിയായിരുന്നു? ഇത് രാവിലെ 10 അടിയിൽ നിന്ന് ചടയമംഗലത്ത് മീനെടുക്കാനായിട്ട് വന്ന വണ്ടിയാണ്. അതിൻ്റെ ഡ്രൈവറും ഓണറും ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ വെളുപ്പിനെ 3:30 കാണുന്ന കാഴ്ച ചെയ്താൽ അല്ലാതെ വലിയ ഇതൊന്നുമില്ല, വേറെ വലിയ ആക്സിഡൻ്റ് ഒന്നുമില്ല. ഇവർ കൊണ്ടുപോയിരിക്കുക. ആ ഹോസ്പിറ്റലിലാണ് ആൾ. ഏത് പോലീസാണോ വന്നത്?
ഏരൂർ പോലീസ്. അപ്പോൾ അവർ നൈറ്റ് ഷിഫ്റ്റ് റോന്ത് ചുറ്റിക്കൊണ്ടിരുന്നപ്പോഴാണ് അങ്ങനെ അവരെ വിളിച്ചപ്പോൾ അവരപ്പോഴും തന്നെ വന്ന് അവരുടെ ജീപ്പിനകത്ത് തന്നെ പോലീസുകാരുടെ വണ്ടിക്കകത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപകടത്തിൽ ഡ്രൈവർക്കും വാഹനത്തിലുണ്ടായിരുന്ന വാഹന ഉടമയ്ക്കും പരിക്കേറ്റു. മുഖത്തും ശരീരത്തും പരിക്കേറ്റ ഇരുവരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. അഞ്ചൽ പട്ടണം ഗതാഗതക്കുരുക്കിൽ വീർപ്പുമുട്ടുന്നു. ബൈപ്പാസ് നിർമ്മാണം പൂർത്തിയാക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. നാൾക്കുനാൾ അഞ്ചൽ പട്ടണത്തിലെ ഗതാഗതക്കുരുക്ക് വർദ്ധിച്ചു വരികയാണ്. ഇതുമൂലം വാഹനയാത്രികർ ഏറെ ബുദ്ധിമുട്ടേണ്ട അവസ്ഥയാണ്. ഗതാഗതക്കുരുക്കിൽ ആംബുലൻസുകൾ പോലും ചലിക്കാനാകാത്ത വിധം യാത്ര തടസ്സപ്പെടുന്ന സ്ഥിതിയുമുണ്ട്. ചെറിയ വാഹനാപകടങ്ങൾ പോലും അഞ്ചൽ പട്ടണത്തിനെ വലിയ ഗതാഗതക്കുരുക്കിലേക്കാണ് നയിക്കുന്നത്. വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ അഞ്ചൽ പട്ടണത്തിൽ ഇടമില്ല. വാഹനങ്ങൾ പലപ്പോഴും മെയിൻ റോഡിന്റെ ഇരുവശങ്ങളിലുമാണ് നിർത്തിയിടുന്നത്. ഇതുമൂലം റോഡിന് വീതി കുറയുകയും ചെയ്യുന്നു. ഗതാഗത നിയന്ത്രണത്തിനായി ഹോം ഗാർഡുകളും പോലീസും സജീവമാണെങ്കിലും വലിയ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാകുമ്പോൾ നിയമപാലകർ നോക്കുകുത്തിയാകാൻ മാത്രമേ കഴിയുന്നുള്ളൂ. അഞ്ചൽ പട്ടണത്തിലെ ഗതാഗതക്കുരുക്കിന് ശാശ്വത പരിഹാരം കാണാനായി നിർമ്മിക്കുന്ന ബൈപ്പാസിന്റെ നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുകയാണ്. ബൈപ്പാസ് നിർമ്മാണം പൂർത്തിയാക്കി അഞ്ചൽ പട്ടണത്തിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. സേവന നികുതിയുടെ പേരിൽ ലോട്ടറി വ്യാപാരികളിൽ നിന്ന് പിരിച്ചെടുത്ത തുക തിരികെ നൽകണമെന്ന് LASU ആവശ്യപ്പെട്ടു. 2015 ഏപ്രിൽ 1 മുതൽ മെയ് 31 വരെയുള്ള കാലയളവിൽ സേവന നികുതി അടയ്ക്കുന്നതിനു വേണ്ടി തിരികെ നൽകാമെന്ന് പറഞ്ഞു കച്ചവടക്കാരിൽ നിന്നും ഈടാക്കിയ തുക തിരികെ നൽകണമെന്ന് ലോട്ടറി ഏജന്റ് ആൻഡ് സെല്ലേഴ്സ് യൂണിയൻ CITU ആവശ്യപ്പെട്ടു. യൂണിയൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി N ജയപ്രകാശ് ആവശ്യമുന്നയിച്ച് ശക്തമായ സമരം ആരംഭിക്കുമെന്ന് പറഞ്ഞു. കേരള ലോട്ടറി 30 രൂപ ടിക്കറ്റ്, ലോട്ടറി ഓഫീസിൽ 555 രൂപ വിലയുള്ള ടിക്കറ്റ് 600 രൂപയ്ക്ക് കരിഞ്ചന്ത വിപണിയിലാണ് കേരള ടിക്കറ്റ് വിൽപ്പന നടത്തിക്കൊണ്ടിരിക്കുന്നത്. ചോദിച്ചപ്പോൾ ഏപ്രിൽ 1 മുതൽ തുടങ്ങിയ കരിഞ്ചന്ത വിൽപ്പന ഇപ്പോഴും തുടരുകയാണ്. അഞ്ചൽ, പുനലൂർ, കൊളത്തുപുഴ, കൊട്ടാരക്കര ഇത്രയും പ്രദേശങ്ങളിൽ ഈ കരിഞ്ചന്ത വിപണി വിറ്റുകൊണ്ട് വരുന്നു. സർക്കാർ ടിക്കറ്റ് യാതൊരു കാരണവശാലും കൂടിയ വിലയ്ക്ക് വിൽക്കാൻ പാടില്ല. ഇപ്പോൾ പൈസ ആവശ്യപ്പെട്ടപ്പോൾ സേവന നികുതി എന്ന ഇനത്തിലാണ് ഈ 4 മാസം കൊണ്ട് പൈസ പിരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു തൊഴിലാളികളിൽ നിന്ന് ഏറ്റവും ചുരുങ്ങിയത് 15,000 രൂപയെപ്പുറത്ത് മുതലാളിമാർ ശേഖരിച്ച് കഴിഞ്ഞു. 25 ടിക്കറ്റ് വിറ്റാൽ 150 രൂപ ശമ്പളം കൊണ്ട് ഒരു കുടുംബം പോറ്റാനൊക്കാത്ത സാഹചര്യത്തിലോട്ട് പട്ടിണിയിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് കേരള ടിക്കറ്റ്. വൻകിട മുതലാളിമാർ തൊഴിലാളികളെ നശിപ്പിച്ചുകൊണ്ട് ഈ ടിക്കറ്റിൽ സമ്മാനങ്ങളോ ഈ പ്രദേശങ്ങളിലോ ഒന്നും അടിക്കുന്നില്ല. 10,000 രൂപയുടെ പ്രൈസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ കോളം പോലും ഈ പ്രദേശങ്ങളിൽ എത്തുന്നില്ല. ഒരു കുറ്റിക്ക് ഇപ്പോൾ എത്ര രൂപയാണ് സർക്കാരിൽ വാങ്ങുന്നത്? സർക്കാരിൽ നിന്നും 45 രൂപ വീതം ഒരു ദിവസം ഒരു സർക്കാർ അംഗീകരിച്ചിട്ടുള്ളത് 555 രൂപയിൽ കൂടുതൽ വാങ്ങാൻ പാടില്ലെന്നുള്ള 600 രൂപ വാങ്ങുന്നു. 600 രൂപ വാങ്ങുന്നു. അപ്പം നിങ്ങളുടെ ഭാവി പരിപാടി എന്താണ്? ഭാവി പരിപാടി എന്ന് പറയുന്നത് ഞങ്ങൾ പൈസകൾ തിരിച്ചു കിട്ടാത്തിടത്തോളം കാലം ഞങ്ങൾ സമര പരിപാടിയിലോട്ട് നീങ്ങേണ്ടതായി വരും. യൂണിയൻ മുഖാന്തരം ജില്ലാ സെക്രട്ടറി കത്ത് എല്ലാ കടയ്ക്കും കൊടുത്തിട്ട് അത് പുല്ല് വില പോലും കൽപ്പിക്കാതെയാണ് ഈ കച്ചവടം തുടരുന്നത്. N ജയപ്രകാശ്, സൈനബ ബീവി തുടങ്ങിയവർ പ്രതിഷേധിച്ച് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. ADV ന്യൂസിൽ ഇനിയൊരു ഇടവേള. ഗാലക്സി വിമൻസ് ഫിറ്റ്നസ് സെന്റർ ഇപ്പോൾ അഞ്ചലിൽ. ഗാലക്സി AC ലേഡീസ് ഫിറ്റ്നസ് സെന്റർ, കോളേജ് ജംഗ്ഷൻ, അഞ്ചൽ. ഫുള്ളി എയർ കണ്ടീഷൻ ഫിറ്റ്നസ് സെന്ററിൽ ഓട്ടോമാറ്റിക് ആൻഡ് മാനുവൽ മെഷീൻസിന്റെ സഹായത്തോടെ നിങ്ങളുടെ പൂർണ്ണമായ ആരോഗ്യത്തിനാണ് ഞങ്ങൾ ലക്ഷ്യമിടുന്നത്. അമിതവണ്ണം മൂലം വിഷമിക്കുന്നവർക്കും പ്രസവാനന്തരം വയറിന്റെ ഭംഗി നഷ്ടപ്പെട്ടവർക്കും കൂടാതെ ശരീരഭാരം കുറഞ്ഞവർക്ക് ശരീരം പുഷ്ടിപ്പെടുത്തി ശരീരകാന്തി വർദ്ധിപ്പിച്ച് ഓജസ്സും തേജസ്സും വീണ്ടെടുക്കുവാൻ ഞങ്ങൾ നിങ്ങളെ സഹായിക്കുന്നു. വെറും 3 മാസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ അസൂയ തോന്നിപ്പിക്കുന്ന വിധത്തിലുള്ള മാറ്റം ഉണ്ടാകുമെന്ന് ഞങ്ങൾ ഉറപ്പു തരുന്നു. വിദേശ നിർമ്മിതമായ തികച്ചും അണുവിമുക്തമായ ഫുൾ കവേർഡ് സ്റ്റീം ബാത്ത് ബോക്സ് ഫെസിലിറ്റിയോട് കൂടിയ ജില്ലയിലെ ആദ്യ ലേഡീസ് ഫിറ്റ്നസ് സെന്റർ. അഡ്മിഷൻ ഫീസ് ഇല്ല. ഗ്രൂപ്പ് അഡ്മിഷന് പ്രത്യേക ആനുകൂല്യങ്ങൾ, യോഗയുമായി ബന്ധപ്പെടുത്തിയുള്ള പ്രത്യേക ഫിറ്റ്നസ് പാക്കേജ്, ഡോക്ടർമാരുടെ സേവനം ഞങ്ങളുടെ മാത്രം പ്രത്യേകത. ഗാലക്സി AC ലേഡീസ് ഫിറ്റ്നസ് സെന്റർ, കോളേജ് ജംഗ്ഷൻ, അഞ്ചൽ. A complete luxury ladies
നിങ്ങളുടെ ആരോഗ്യം ഞങ്ങളിലൂടെ ചേഞ്ച് യുവർ ലൈഫ്. ഗാനം ടെക്സ്റ്റൈൽസ് അഞ്ചൽ. തെക്കൻ കേരളത്തിൽ വിലക്കുറവിന് പേരുകെട്ട വസ്ത്ര വ്യാപാരശാലകൾ. ഗാനം ടെക്സ്റ്റൈൽസ് അഞ്ചൽ. ഗാനം സാരീസ് മെഗാ ഡിസ്കൗണ്ട് സെയിൽ. എല്ലാ വസ്ത്രങ്ങൾക്കും എന്നും അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഗാനം ടെക്സ്റ്റൈൽസ് അഞ്ചൽ. ശതമാനം 916 ഹോൾമാർക്ക് പ്യൂരിറ്റിയോടെ മഞ്ഞളി ജ്വല്ലേഴ്സ്. പരസഹായത്തോടെ മാത്രം ജീവിച്ചിരുന്ന അനേകം രോഗികളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നതിന്റെ ചാരിതാർത്ഥ്യത്തോടെ ശ്രീവിനായക ഫിസിയോതെറാപ്പി സെന്റർ, സർക്കിൾ ഓഫീസിന് സമീപം, മാർക്കറ്റ് ജംഗ്ഷൻ, അഞ്ചൽ. ഫോൺ 9495042901. വാദം, നട്ടല്, ഞരമ്പ്, അസ്ഥി എന്നിവ സംബന്ധിച്ച രോഗങ്ങൾ, കുട്ടികൾക്ക് ജന്മനാ ഉണ്ടാകുന്ന അംഗവൈകല്യം എന്നിവയ്ക്ക് ആധുനിക ഉപകരണങ്ങളുടെ സഹായത്തോടെ വിദഗ്ധമായ ഫിസിയോതെറാപ്പി ചികിത്സ നൽകുന്നു. പക്ഷാഘാതം, തളർവാദം, സന്ധിവാദം, ആമവാദം, രക്തവാദം, ചുടുവാദം, പേശിവാദം, ടെന്നിസ് എൽബോ, ഫൈബ്രോമയാൽജിയ, സെറിബ്രൽ പാലസി, സ്പൈന ഫൈബിഡ, സിറിഞ്ചോമൈലിയ, സ്പൈനൽ കോഡിനുണ്ടാകുന്ന തകരാറുകൾ എന്നിവയ്ക്ക് പരിഹാരം. പ്ലേറ്റ്, സ്ക്രൂ എന്നിവ ഇട്ടതിനു ശേഷം സന്ധികൾക്ക് വഴക്കമുണ്ടാകാനുള്ള ചികിത്സ നൽകുന്നു. ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ഫിസിയോതെറാപ്പിസ്റ്റ് എസ് ലജീഷിന്റെ പരിചയസമ്പന്നതയും സമർപ്പണവും. ശ്രീവിനായക, എ കംപ്ലീറ്റ് ഫിസിയോതെറാപ്പി സെന്റർ. ഫോൺ 9495042901. വാർത്തകൾ തുടരുന്നു. സെന്റ് മേരീസ് ഓർത്തഡോക്സ് യൂത്ത് മൂവ്മെന്റിന്റെ ആഭിമുഖ്യത്തിൽ ഷിമോണ ചിൽഡ്രൻസ് ആർട്ട് കോമ്പറ്റീഷൻ 2015 സംഘടിപ്പിച്ചു. പരിപാടി റവറന്റ് ഫാദർ മാത്യു തോമസ് ഉദ്ഘാടനം ചെയ്തു. ഞായറാഴ്ച ആലഞ്ചേരി സെന്റ് മേരീസ് ഓർത്തഡോക്സ് തീർത്ഥാടന പള്ളിയിൽ വെച്ചാണ് ഷിമോണ ചിൽഡ്രൻസ് ആർട്ട് കോമ്പറ്റീഷൻ 2015 സംഘടിപ്പിച്ചത്. പരിപാടി റവറന്റ് ഫാദർ മാത്യു തോമസ് ഉദ്ഘാടനം ചെയ്തു. സന്യാസിയെക്കുറിച്ച് വളരെ വിശദമായി വൈസ് പ്രസിഡന്റ് ഇവിടെ എല്ലാവർക്കും മനസ്സിലാകുന്ന തരത്തിൽ തന്നെ വിശദീകരിക്കുകയുണ്ടായി. അദ്ദേഹം ഒരു സന്യാസിയായിരുന്നു, പ്രാർത്ഥന മനുഷ്യനായതുകൊണ്ടാണ് തൻ്റെ ജീവിതത്തിൽ നിന്ന് സ്വപ്നം കണ്ട ഒരു മാതാവിനെയും ഒരു കുഞ്ഞിനെയും, അതുപോലെ തന്നെ തൻ്റെ സ്വപ്നത്തിൽ കൂടി വെളിപാടിൽ കൂടി ഒരു കുരിശും അദ്ദേഹം സ്വയമായി അദ്ദേഹം മനസ്സിൽ കണ്ടത് തന്നെ വരയ്ക്കുവാൻ ഇവിടെ സാധിച്ചതിൽ ഈ ഇടവകയിൽ വളരെയധികം സന്തോഷം അനുഭവിക്കുന്നു. നമ്മുടെ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് യുവജനങ്ങളുടെ നേതൃത്വത്തിൽ ഈ ഇടവക ഷിമോണ ചിൽഡ്രൻസ് ആർട്ട് കോമ്പറ്റീഷൻ എന്ന പേരിൽ ഒരു ചിത്രരചന ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നു. വിവിധ ഓർത്തഡോക്സ് ഇടവകളിൽ നിന്നും നിരവധി കുട്ടികൾ പരിപാടിയിൽ പങ്കെടുത്തു. ജൂനിയർ, സബ് ജൂനിയർ, സീനിയർ തലങ്ങളിലാണ് ചിത്രരചനാ മത്സരങ്ങൾ നടന്നത്. വിജയികൾക്ക് ട്രോഫിയും സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു. വിവിധ ഇടവകളിൽ നിന്നുള്ള യൂത്ത് മൂവ്മെന്റ് ഭാരവാഹികൾ പരിപാടിക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. ഏറം സൗപർണികയിൽ ബിജു എന്ന കവിയെ പരിചയപ്പെടാം.
നിരവധി മികവാർന്ന കവിതകളുടെ രചയിതാവ് കൂടിയാണ് ഈ കലാകാരൻ. ഏറം സൗപർണികയിൽ ബിജുവാണ് അർത്ഥവത്തായ കവിതകൾ രചിച്ച് ജനമനസ്സുകളിൽ ഇടം നേടുന്നത്. കലാ സാംസ്കാരിക ആചാര്യന്മാർ, രാഷ്ട്രീയ നേതാക്കൾ ഉൾപ്പെടെ നിരവധി പ്രശസ്തരായ വ്യക്തികളെ ആസ്പദമാക്കി ഈ എളിയ കലാകാരൻ ധാരാളം കവിതകൾ രചിച്ചിട്ടുണ്ട്. ഞാൻ 5-6 വർഷം കൊണ്ട് എഴുതുന്നുണ്ട്. അപ്പോൾ പക്ഷെ അതൊന്നും ഇതുവരെ പ്രസിദ്ധീകരിച്ച് കുറച്ച് നവമാധ്യമങ്ങളിലൊക്കെ കുറച്ച് ഇതുണ്ടായി കൊടുത്തിട്ടുണ്ടായിരുന്നു. കുറച്ചൊക്കെ പ്രസിദ്ധീകരിച്ചു. അപ്പോൾ പ്രസിദ്ധീകരണമല്ല, നമുക്കതൊരു കാസറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഒരു CD ചെയ്യാനായിട്ടുള്ള ഒരു വലിയ ആഗ്രഹമുണ്ട്. ഇനി അതൊന്ന് ശരിയാക്കി എടുക്കണമെന്നൊരു വലിയ ആഗ്രഹമാണ്. ഞാൻ 3-4 വർഷം കൊണ്ട് ഫേസ്ബുക്കിലും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലെല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ ചെറിയ ചെറിയ കവിതകളും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. പിന്നെ ഇത് നമ്മളിപ്പോൾ ഒരു നല്ല ഇപ്പോൾ ഒരു നാരായണപ്രാന്തൻ അങ്ങനെയൊക്കെ ഉള്ള അത്രയും ലെങ്തുള്ള ഒരു കവിതകളാണ്. അത്തരം കവിതകളാണ് നമ്മുടെ കയ്യിൽ ഇരിക്കുന്നത്. അപ്പോൾ അത്തരം കവിതകൾ ചെയ്തെങ്കിലേ നമുക്ക് ഒരു കാസറ്റ് ചെയ്യാനോ ഒരു CD ചെയ്യാനോ ഒക്കെ പറ്റത്തുള്ളൂ. എന്നാൽ തൻ്റെ കവിതകളിൽ ഒന്നും തന്നെ പുസ്തക രൂപത്തിൽ ഇറങ്ങിയിട്ടില്ല എന്നതാണ് രചയിതാവിൻ്റെ മറ്റൊരു പ്രത്യേകത. ADB ന്യൂസിന് വേണ്ടിയും ബിജു ഒരു കവിത രചിച്ചു ആലപിക്കുകയും ചെയ്തു. എറണാകുളത്ത് സ്വകാര്യ കമ്പനിയിലാണ് ബിജു ജോലി ചെയ്യുന്നത്. അത്യാധുനിക കവിതയുടെ പേരിൽ വായിൽ വരുന്നത് എഴുതി വയ്ക്കാൻ ബിജു തയ്യാറല്ല. അർത്ഥവത്തായ വരികൾ രചിക്കാനാണ് ഈ കലാകാരന് ഇഷ്ടം. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അഞ്ചൽ പട്ടണം ഗതാഗതക്കുരുക്കിൽ വീർപ്പുമുട്ടുന്നു. ബൈപ്പാസ് നിർമ്മാണം പൂർത്തിയാക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. ആലഞ്ചേരിയിൽ പിക്കപ്പ് വീട്ടുമതിലിടിച്ച് അപകടം, 2 പേർക്ക് പരിക്ക്. അഞ്ചൽ ഗ്രാമപഞ്ചായത്തിന്റെയും പനച്ചവിള ഹോമിയോ ആശുപത്രിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ അഞ്ചൽ ഈസ്റ്റ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പനി പ്രതിരോധ ക്യാമ്പ് സംഘടിപ്പിച്ചു. സെന്റ് മേരീസ് ഓർത്തഡോക്സ് യൂത്ത് മൂവ്മെന്റിന്റെ ആഭിമുഖ്യത്തിൽ ഷിമോണ ചിൽഡ്രൻസ് ആർട്ട് കോമ്പറ്റീഷൻ 2015 സംഘടിപ്പിച്ചു. പരിപാടി റവറന്റ് ഫാദർ മാത്യു തോമസ് ഉദ്ഘാടനം ചെയ്തു. സേവന നികുതിയുടെ പേരിൽ ലോട്ടറി വ്യാപാരികളിൽ നിന്ന് പിരിച്ചെടുത്ത തുക തിരികെ നൽകണമെന്ന് LASU ആവശ്യപ്പെട്ടു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. ADV ന്യൂസിൽ വാർത്തകൾ കാണാം രാവിലെ 7:30, ഉച്ചയ്ക്ക് 12:30, വൈകിട്ട് 4:30, രാത്രി 10. ലോകത്ത് എവിടെ നിന്നും ADV ന്യൂസ് കാണുന്നതിനായി ഞങ്ങളുടെ YouTube ചാനൽ സന്ദർശിക്കുക. നമസ്കാരം.